മോർണിംഗ്. നമ്മൾ മണ്ഡലം ചുറ്റും മഹിളകൾ ഇന്ന് എത്തി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലത്തിലാണ്. അപ്പൊ രാവിലെ തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ മോർണിംഗ് വാക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. UDFന്റെ യുവജന സംഘടനകൾ സംഘടിപ്പിച്ച മോർണിംഗ് വാക്കിലാണ് ഞങ്ങളും അങ്ങ് ജോയിൻ ചെയ്തത്. അതെ, നമ്മൾ ഇത്രയും ദിവസം യാത്രയായിരുന്നു, അടുപ്പിച്ചുള്ള യാത്ര. അപ്പോൾ ഒരു വ്യായാമമാകട്ടെ എന്ന് കരുതി നമ്മൾ നടക്കുകയാണ് കൂടെ. പക്ഷെ ഇവരുടെ ഒപ്പം നമ്മൾ ഓടി എത്താൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ UDF സ്ഥാനാർത്ഥിയുണ്ട്. അപ്പം ഇവിടുത്തെ മുൻ MLA സിറ്റിംഗ് MLA എന്ന് പറയാം, മുൻ MLA എന്നെ നെല്ലിക്കുന്നുണ്ട്. അതെ, കല്ലട്ര മാഹിൻ ഹാജിയാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി. അതെ, അപ്പൊ എല്ലാവരും നല്ല ഊർജ്ജത്തിലാണ്. ഞങ്ങളും അത്യാവശ്യം നല്ല ഊർജ്ജത്തിൽ തന്നെയാണ്. എങ്ങനെയുണ്ട് രാവിലെ തന്നെ ഈ ചൂട്? ഇവിടെ എങ്ങനെയാ കാസർഗോഡ് ചൂട്? രാവിലെ അങ്ങനെ ചൂടില്ല. വലിയ ചൂട് വരുന്നതിന് മുമ്പാണ് ഇപ്പൊ ഇത് നടക്കുന്നത്. രാവിലെയുള്ള ഒരു വ്യായാമത്തിന്റെ ഭാഗമായി പിന്നെ നടക്കാനിറങ്ങിയാണ്. ഈ സാധാരണ നമുക്കറിയാം, അതെ, കാസർഗോഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എത്രയോ കാലങ്ങളായി UDFന്റെ ഇടമാണ്, ലീഗിന്റെ കോട്ടയാണ്. പക്ഷെ അപ്പോൾ ഇത്തവണ പല വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ പല വാർത്തകളൊക്കെ പുറത്തു. അതിനുശേഷം കല്ലട്ര മായിൻ ഹാജി എന്ന് പറയുമ്പോൾ ഈ കല്ലട്ര കുടുംബത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം, അത് ലീഗുമായിട്ടൊക്കെയുള്ള അടുപ്പം, അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തവണ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്? ജനങ്ങൾക്ക് മുമ്പിലേക്ക് വെക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതാണ് ഏറ്റവും മുഖ്യമായ ഒരു പ്രശ്നം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുന്നേറാനുണ്ട്. അതേപോലെ ആരോഗ്യ മേഖല, അതിനുള്ള ശ്രമങ്ങളായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. MLA ചെയ്തു വെച്ച പല പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട്. അതിപ്പോൾ രണ്ടുപേരും ഉണ്ടെന്നുള്ള അതും ഒരു അപൂർവമായി, നമ്മൾ ഇതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. സിറ്റിംഗ് MLAയും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു. അപ്പോൾ എന്താണ് ഇപ്പോൾ പുതിയ ആളോട് പറയാനുള്ളത്? ഞാൻ പൂർത്തിയാക്കാതെ പോയി, എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ചില കാര്യങ്ങൾ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അല്ലെങ്കിൽ പ്രയോറിറ്റി നൽകേണ്ടുന്നത് എന്ത്? അങ്ങനെ പറയാനുള്ളത് എന്താണ്? ഒന്നിച്ചുള്ള കാഴ്ച അപൂർവമാണ് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അപൂർവതകളുടെ നാടാണ് കാസർഗോഡ്, സവിശേഷതകളുടെ നാടാണ് കാസർഗോഡ്. ഒരു കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ബഹുസ്വരതയുടെ നാടാണ്, സംഗമഭൂമിയാണ്. വിവിധ ഭാഷകൾ, വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങളൊക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു റെപ്ലിക്കയാണ് കാസർഗോഡ്. ലോകത്തിൽ തന്നെ ഇന്ത്യയിലുള്ളത് പോലെ ജാതികളും മതങ്ങളും സംസ്കാരങ്ങളും വേറെ എവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ കാസർഗോഡ് പോലുള്ള ഒരു പ്രദേശം കാണാൻ സാധിക്കില്ല. ആ മണ്ഡലത്തിൽ ഇതുവരെയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു എന്നത് ഈ മുന്നണിയും മുസ്ലിം ലീഗും ബഹുസ്വരതയുടെ കൂടെയാണ് എന്നതിൻ്റെ തെളിവാണ്. അപ്പോൾ ഒറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ സാധാരണ 3 പ്രാവശ്യമായിട്ട് അങ്ങ് മത്സരിക്കുന്നതാണ്, ജയിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അയ്യോ അപ്പോൾ ആ MLA മാറിക്കഴിഞ്ഞാൽ എന്താകും എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ നിൽക്കുമ്പോൾ അതിനൊരു മറുപടിയും കൂടിയാണെന്ന് അറിയാം. എന്നാലും എന്താണ് പറയാനുള്ളത്? അത്തരത്തിലുള്ള ആശങ്കകളുണ്ടോ? എനിക്ക് മുമ്പ് വേറൊരു MLA ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 32 വർഷക്കാലം കാസർഗോഡിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. ഞാനിപ്പോൾ 15 വർഷമായി. അപ്പോൾ 32 വർഷമായ MLA മാറിയപ്പോൾ ജനങ്ങൾക്ക് എന്താണ് ഫീലിംഗ് ഉണ്ടായിരുന്നത്? എന്തായിരിക്കും ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി? അപ്പോൾ ആ സമയത്തും ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ഈ 32 വർഷക്കാലം ഞങ്ങളെ പ്രതിദാനം ചെയ്ത് MLA മാറുന്നുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അതേ ഫീലിംഗ് ഇപ്പോഴും ഉണ്ടാവും. പക്ഷേ നല്ലൊരു പിൻഗാമി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും പ്രിയപ്പെട്ട CTU ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ നടത്താനും ഞങ്ങളൊക്കെ തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം. അതെ, ഏറ്റവും ആദ്യം എന്താണ് ഒരു വികസനം എന്ന രീതിയിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക്? ഇവിടെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം പലരും പറയുന്നുണ്ട്. അതോടൊപ്പം ഒരു വികസനം നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ സമാധാനം ഉണ്ടാവണം. ഇപ്പൊ കാസർഗോഡ് സമാധാന കുറവുണ്ട് എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും റിയാസ് മൗലവി എന്ന ഒരു മൗലവിയെ കൊലപ്പെടുത്തിയപ്പോൾ, പള്ളിയിൽ വെച്ച് കൊലപ്പെടുത്തിയപ്പോൾ, അന്ന് ഇവിടെ ഒരു വലിയ വികാരമുണ്ടായിരുന്നു. ഒരു കലാപഭൂമിയായി മാറുമായിരുന്ന കാസർഗോഡിനെ MLAയും മുസ്ലിം ലീഗ് പാർട്ടിയുമാണ് സമാധാനത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് എന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞ നിയമസഭാ രേഖകളുണ്ട്. അപ്പം മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും മുഖ്യ ലക്ഷ്യം, UDF എന്ന് പറയുമ്പോൾ ഇന്ന് നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെയും മുഖ്യ ലക്ഷ്യം, കോൺഗ്രസ് ഇപ്പോൾ കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ തവണ 40ഓളം സീറ്റിൽ ഒതുങ്ങിയെങ്കിലും അവരുടെ നിലപാടിൽ ഒരു മാറ്റവും വരുത്താൻ അവർ തയ്യാറായില്ല. ഒരു വർഗീയതക്കെതിരായി എന്ത് ഡീലുണ്ടായാലും കാസർഗോഡ് ജനങ്ങളെ ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല. അത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇപ്പോൾ കഴിഞ്ഞ 48 വർഷമായി
UDF ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് കാസർഗോഡ്. ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് CT അഹമ്മദ് അലി സാഹിബിന് ലഭിച്ച 19,000 ചില്ലുവാനും 20,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അതിനെ മറികടക്കുമെന്നാണ് പ്രവർത്തകർ ഉറപ്പ് പറയുന്നത്. 30,000-ഓളം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉള്ളത്. അപ്പൊ ഡീൽ ആരോപണത്തെ തള്ളിക്കളയുന്നു. ഡീലുണ്ടാവുമായിരിക്കും. ഡീലുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം. ഞങ്ങൾ അന്വേഷിക്കാനേ പറ്റില്ല. എന്താണ് ആ ഡീൽ ഉണ്ടെങ്കിൽ UDF മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJP സഹായിക്കുന്നതിന് വേണ്ടിയായിരിക്കും LDF. അപ്പൊ UDF മുന്നോട്ട് വെക്കുന്ന ഡീൽ ആരോപണം ശരിക്കും നിങ്ങളും അത് അങ്ങനെ ഉണ്ടെന്ന് തന്നെയായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷെ ML അശ്വതിയും പറഞ്ഞു ഇവിടുത്തെ സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായി LDF UDF കൂടിയാണ് ഡീൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടാൽ അറിയാലോ. ഇപ്പൊ എല്ലാവർക്കും ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുന്നത് മഞ്ചേശ്വരത്ത് SDPI സഖ്യം ചെയ്തുകൊണ്ട് SDPI നേതാക്കളാണ് ആദ്യം പറഞ്ഞത്. ഒരു പൊതു സ്വതന്ത്രനെ LDF-ഉം SDPI പിന്തുണച്ചുകൊണ്ട് SDPIയുടെ സ്ഥാനാർത്ഥിയായി ഇത് ഷാനവാസ് പാദൂറിനെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിച്ചു. അതിന്റെ ഉദ്ദേശം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. AK അഷ്റഫിനെ 700-ഓളം വോട്ടിന് വിജയിച്ച AK അഷ്റഫിനെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നു. മറ്റുദ്ദേശങ്ങളൊന്നുമില്ല. SDPI ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അഷ്റഫിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾ എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കുക. അപ്പൊ അത് നടപ്പിലായാൽ പിന്നീട് പിൻവലിച്ചത് ജനങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് പത്രങ്ങളിൽ വന്നു SDPIയുടെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇത് കാസർഗോഡും അതുപോലെ ഒരു ഡീല് നടത്തിയത് അതേ സ്ഥാനാർത്ഥിയാണ് കാസർഗോഡ് വരുന്നത്. എങ്ങനെ പോകുന്നു? ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ തെരഞ്ഞെടുപ്പ്. ഇനി ഈ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിലും കുറച്ച് ദിവസമായി. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു 4-5 ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും പ്രവർത്തകർ സജ്ജരായിരുന്നു. അപ്പൊ അത് നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ്. ഈ മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് കുറച്ച് പരാധീനതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു നല്ല ആശുപത്രി ഇല്ല, അല്ലെങ്കിൽ ആശുപത്രി പെട്ടെന്നൊരു രോഗം വന്നു കഴിഞ്ഞാൽ മംഗലാപുരത്തേക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട് എന്നൊക്കെയുള്ളൊരു പരാതി ഉണ്ടല്ലോ. നിങ്ങൾ കണ്ടല്ലേ കോവിഡ് കാലത്ത് 20ഓളം പേര് അതിർത്തി പ്രദേശത്ത് മരിച്ചു വീണത് നിങ്ങൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് MLA-യുടെ സമ്മർദ്ദം മൂലം മെഡിക്കൽ കോളേജ് ആരംഭിച്ചു. ആരംഭിച്ച് പ്രവൃത്തി പുതിയ ഗവൺമെൻറ് വരുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വരുമ്പോൾ ഇല്ല. അതേ സ്ഥിതിയാണ് 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇന്നും ഉള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കും. അതൊരു ആദ്യ വാഗ്ദാനം എന്ന രീതിയിൽ താങ്കൾ മുന്നോട്ട് വെക്കുകയാണ്. അല്ല, സർക്കാർ UDF-ന്റെ സർക്കാർ വരികയാണെങ്കിൽ ആദ്യം ഇത് എന്ന നിലയിൽ മെഡിക്കൽ കോളേജ് ആരംഭിക്കാനാണ് ശ്രമിക്കുക. അപ്പൊ നല്ല ആവേശത്തിലാണ്, ആത്മവിശ്വാസത്തിലാണ് നമ്മൾ. ഒപ്പം സിറ്റിംഗ് MLA ഉണ്ട്, അതായത് 3 തവണയായിട്ട് ഇവിടെ ജയിച്ച NA നെല്ലിക്കുന്ന്, അദ്ദേഹം കൂടെയുണ്ട്. കല്ലട്ര മാഹിൻ ഹാജി സ്ഥാനാർത്ഥി UDF-ന്റെ. അവർ രാവിലെ തന്നെ നല്ല ഉണർവോടെ, ഊർജത്തോടെ, ആത്മവിശ്വാസത്തോടെ പോകുമ്പോൾ അവർക്കൊപ്പം ഞങ്ങളും ചേരുകയായിരുന്നു. അതെ, ഒട്ടേറെ പ്രവർത്തകരുമുണ്ട് ആത്മവിശ്വാസം കൂടുതൽ പകർന്നു നൽകുന്നതിന് വേണ്ടി. അപ്പൊ നമ്മൾ കാസർഗോഡ് മണ്ഡലത്തിലെ പര്യടനം തുടരുകയാണ്. തൽക്കാലം ഇവിടെ നിന്ന് സൈനിങ് ഓഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.